गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। നമ്മൾ നാലാം പ്രശ്നത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്താണുള്ളത്. അവസ്ഥാത്രയത്തെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ഒരു നിരൂപണമാണ് നാലാം പ്രശ്നത്തിൽ. അവസ്ഥാത്രയത്തെക്കുറിച്ചില്ലല്ലോ എന്നാണെങ്കിൽ ശരിയാണ്, ജാഗ്രതയെക്കുറിച്ചുള്ള നിരൂപണമില്ല. സ്വപ്നം, സുഷുപ്തി, എന്താണ് ഈ അവസ്ഥകളിൽ സംഭവിക്കുന്നത്? ഏതൊക്കെ കരണങ്ങൾ ഉറങ്ങുന്നു, ഏതൊക്കെ ഉണർന്നിരിക്കുന്നു? ആരാണ് സ്വപ്നത്തിൽ മഹിമയെ അനുഭവിക്കുന്നത്? എന്താണ് സുഷുപ്തി എന്നത്? സുഷുപ്തിയിൽ കരണങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത് എന്ത്? ഈ വിഷയങ്ങൾ സാമാന്യം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു. അവസാനം നമ്മൾ പഠിച്ചത് സർവ കരണങ്ങളും അവയുടെ വിഷയങ്ങളും എല്ലാം എപ്രകാരമാണോ പക്ഷികൾ വാസോവൃക്ഷത്തിലേക്ക് ചേക്കേറുന്നത് അതുപോലെ പരമമായ ആത്മസ്വരൂപത്തിൽ സംപ്രതിഷ്ഠിതങ്ങളാകുന്നു. ദ്രഷ്ടാവും സ്പൃഷ്ടാവും ശ്രോതാവും ഘ്രാതാവും രസയിതാവും മന്ദാവും ബോധാവും കർത്താവും വിജ്ഞാനാത്മാവുമൊക്കെയായ ഈ ജീവാത്മാ പരമമായ അക്ഷരമായ ആത്മാവിൽ, ബ്രഹ്മത്തിൽ, പരമാത്മാവിൽ സംപ്രതിഷ്ഠിതമാകുന്നു. ഇതാണ്. എന്നിട്ട് ശ്രുതി പറയുകയാണ്, പരമേവാക്ഷരം പ്രതിപദ്യത്തെ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയത്തെ യസ്തു സൗമ്യ സ സർവജ്ഞ സർവോ ഭവതി തദേശ ശ്ലോകഃ. പരമേവാക്ഷരം പ്രതിപദ്യത്തെ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദയത്തെ യസ്തു സൗമ്യ സ സർവജ്ഞ സർവോ ഭവതി തദേശ ശ്ലോകഃ. ഹേ സൗമ്യ, വീണ്ടും വിളിച്ചു. ഹേ സൗമ്യ, അല്ലയോ പ്രിയദർശന, സഹ അയാൾ പരം ഏവ അക്ഷരം പ്രതിപദ്യതേ, പരമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. അയാൾ പരമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. ആര്? യഹ, യാതൊരാളാണോ തദച്ഛായം അശരീരം
അലോഹിതം ശുഭ്രം അക്ഷരം വേദയതേ. യാതൊരാളാണോ ആ ഛായാരഹിതമായ പ്രതിബിംബരഹിതമായ അശരീരമായ ശരീരരഹിതമായ അലോഹിതം വർണ്ണരഹിതമായ ശുഭ്രം പ്രകാശപൂർണമായ അക്ഷരം വേദയതേ അക്ഷരത്തെ അറിയുന്നത് സഹ അയാൾ പരമേവ അക്ഷരം പ്രതിപദ്യതേ പരമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. നോക്കൂ, ഇവിടെ പ്രശ്നോപനിഷത്തിൻ്റെ ഉപദേശ ശൈലി വളരെ വിലക്ഷണമാണ്. എല്ലാ ഉപനിഷത്തുകൾക്കും തന്നെ അതിൻ്റെ ചില ഉപദേശ സമ്പ്രദായങ്ങളുണ്ട്. പക്ഷെ പ്രശ്നോപനിഷത്തിൻ്റെ ശൈലി ഒരു അദ്വിതീയമാണ്. കാരണം തീർത്തും ജഗത് വൈവിധ്യങ്ങളുടെ തലത്തിൽ ആരംഭിച്ചു ഈ കാണാകുന്ന സൃഷ്ടിജാലങ്ങൾ എവിടെ നിന്ന് തുടങ്ങുന്നു എന്നൊരു സാമാന്യ വിഷയത്തിൽ ആരംഭിച്ചു ക്രമികമായി സൂക്ഷ്മതലത്തിലേക്ക് സാധകനെ നയിച്ചു. അതും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഉപാധികളൊക്കെ മിഥ്യാതലമാണ് അല്ലെങ്കിൽ മിഥ്യയാണെന്ന് ബോധിപ്പിക്കുന്ന രീതിയിലല്ല, മറിച്ച് ഉപാധികളെ കൂടെ നിന്ന് അപഗ്രഥിച്ച് അതിനപ്പുറത്തേക്ക് പതുക്കെ പതുക്കെ നയിക്കുന്ന ഒരു രീതിയാണിവിടെ ആചാര്യൻ അവലംബിച്ചത്. കാണപ്പെടുന്ന ജഗത് പ്രതിഭാസങ്ങളെ മുഴുവൻ തന്നെ അംഗീകരിച്ച് അതിൻ്റെ എല്ലാം ഉള്ളിൽ നിലകൊള്ളുന്ന തത്വത്തിലേക്ക് പതുക്കെ പതുക്കെ സാധകനെ കൈപിടിച്ചുയർത്തുന്നൊരു ഉപദേശ ശൈലിയാണിത്. അങ്ങനെ സ്ഥൂലമായ ജീവജാലങ്ങളുടെ ഉത്പത്തിയെക്കുറിച്ച് പറഞ്ഞ് പ്രാണവിജ്ഞാനത്തിലൂടെ അവസ്ഥാത്രയ നിരൂപണത്തിലൂടെ സകല കരണങ്ങളും ഏതൊരു പരമാത്മതത്വത്തിൽ വിലയിക്കുന്നുവോ അവിടം വരെ എത്തിച്ചേർന്നു. അങ്ങനെ പരമമായ ആത്മതലത്തിൽ ഉപദേശത്തെ എത്തിച്ചിട്ടാണ് പറയുന്നത്, ഹേ സൗമ്യ, അല്ലയോ സൗമ്യ, പരമേവ അക്ഷരം പ്രതിപദ്യതേ സഹ, അവൻ പരമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. ഏതാണ് ഈ ഉപദേശത്തിൻ്റെ സന്ദർഭം? എപ്രകാരമാണോ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പ്രകാരത്തിൽ വിഹരിച്ച് പറന്ന പക്ഷികൾ എല്ലാ വിഹാരങ്ങളിൽ നിന്നും ഉയർന്ന് തൻ്റെ വാസവവൃക്ഷത്തിലേക്ക് ചേക്കേറി അതുമായി ഏകീഭവിക്കുന്നത്, അതേപോലെ എല്ലാ കരണങ്ങളും അവയുടെ മാത്രകളും വിഷയങ്ങളും എല്ലാം പരമായ അക്ഷരത്തിൽ ഏകീഭവിക്കുന്നു. അവിടെ കാര്യകരണ സംഘാത ഭേദങ്ങളൊക്കെ പോയി. പരമേവ അക്ഷരം, പരമമായ അക്ഷരം മാത്രം. അവിടെ ജീവഭാവം മുഴുവൻ അവിടെ വിലയിച്ചെന്ന് പറഞ്ഞു. യേശ ഹി സ്പൃഷ്ട ദ്രഷ്ട ശ്രോത ഘ്രാത മന്ത രസയിത ബോധ വിജ്ഞാനാത്മാ എന്നീ പദപ്രയോഗങ്ങളിലൂടെ ജീവാത്മഭാവത്തെ സൂചിപ്പിച്ചു. അത് തന്നെ പരമെന്ന് നിർദ്ദേശിച്ചു. ശ്രോതാവും ദ്രഷ്ടാവും എല്ലാമായി ഒരു ജീവഭാവമുണ്ടോ, ഈ ജീവാത്മാവ് തന്നെയാണ് പരമമായതെന്ന് സമർത്ഥിച്ചു. എന്നിട്ടാണിത് പറയുന്നത്, ഹേ സൗമ്യ, ആരിതറിയുന്നുവോ, സയോഹവൈ, യാതൊരാൾ അച്ഛായം ഛായാരഹിതം
യാതൊരു പ്രതിബിംബവുമില്ലാത്ത, അല്ലെങ്കിൽ യാതൊരു നിഴലുമില്ലാത്ത. നിഴൽ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ നിഴൽ പോലെ അന്ധകാരമയമായത് അജ്ഞാനം, അവിദ്യ, അച്ഛായം, അജ്ഞാനലേശമില്ലാത്ത, അവിദ്യാലേശമില്ലാത്ത എന്ന്. ഇനി പ്രതിബിംബം എന്നർത്ഥമെടുത്താൽ പ്രതിബിംബരഹിതമായ, പ്രതിബിംബ ഭേദങ്ങളൊന്നും പരമാത്മാവിലില്ല. അതെല്ലാം സോപാധിക തലത്തിൽ മാത്രമുള്ളതാണ്. കേവലവും നിരുപാധികവുമായ സത്യത്തെ സംബന്ധിച്ച് അവിടെ ബിംബം, പ്രതിബിംബം തുടങ്ങിയവയൊന്നും ഇല്ല. അതുകൊണ്ട് അച്ഛായം, ഒന്നുകിൽ നിഴലില്ലാത്ത, അല്ലെങ്കിൽ പ്രതിബിംബമില്ലാത്ത. അശരീരം, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരഭേദങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. അശരീരം, യാതൊരുവിധ ശരീരവുമില്ലാത്ത, ശരീരരഹിതമായ. ജീവാത്മതലത്തിൽ ശരീരോപാധികളുണ്ട്. ആ ശരീരോപാധികളോട് താദാത്മ്യപ്പെടുന്ന തലത്തിലാണ് നമ്മൾ ശരീരി അഥവാ ദേഹി എന്നൊക്കെ പറയുന്നത്. എന്നാൽ പരമാർത്ഥത്തിൽ അവിടെ ശരീരമില്ല. അശരീരം. അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം, നമ്മൾ പഠിച്ചതാണ്. അകായമവ്രണമസ്നാവിരം ശുദ്ധമപാപവിദ്ധം, നമ്മൾ പഠിച്ചതാണ്. ഈ പരമസത്യത്തെയാണ് അശരീരം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. അശരീരം, അലോഹിതം. ലോഹിതം എന്ന് പറയുമ്പോൾ ചമപ്പ് വർണ്ണം, ചെമ്പിൻ്റെ ചമപ്പ് വർണ്ണം. ഇവിടെ വർണ്ണത്തെ സൂചിപ്പിക്കുന്നു. അലോഹിതം, വർണ്ണരഹിതമായത്. അവർണം എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, വർണ്ണരഹിതമായത്. അരൂപം എന്ന് പഠിച്ചിട്ടുണ്ട്, രൂപരഹിതമായത്. അവർണം. ശുഭ്രം, പ്രകാശപൂർണമായത്, സ്വച്ഛമായത്. അവിദ്യാദി മലലേശവുമില്ലാത്തത് ശുഭ്രം. അവിദ്യാമലലേശവും ഇല്ലാത്തത് ശുഭ്രം. അങ്ങനെയെല്ലാമുള്ള അക്ഷരം, അക്ഷരത്തെ, നശിക്കാത്ത തത്വത്തെ. കാണപ്പെടുന്ന അറിയപ്പെടുന്ന സകലവും ക്ഷരമാണ്, നശിക്കുന്നതാണ്. ഈ നശിക്കുന്ന ദൃശ്യപ്രപഞ്ചത്തിനുപരി സർവാധിഷ്ഠാനമായ അക്ഷരത്തെ യസ്തു വേദയതേ, ആരറിയുന്നുവോ, ആരാണോ അറിയുന്നത്, സഹ അവൻ പരമേവക്ഷരം പ്രതിപദ്യതേ, പരമായ അക്ഷരത്തെ പ്രാപിക്കുന്നു. ഇവിടെ അക്ഷരപ്രാപ്തിയാണ് അക്ഷരജ്ഞാനം. അക്ഷരജ്ഞാനം തന്നെയാണ് അക്ഷരപ്രാപ്തി. ഭാഷ്യകാരൻ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഉപനിഷത് ഭാഷ്യത്തിൽ, അവഗതിരേവ ഗതി. അവിടെ ഗതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മപ്രാപ്തി എന്നൊക്കെ പറഞ്ഞാൽ അത് പോയി പ്രാപിക്കലല്ല, അറിയലാണ്. തൻ്റെ സ്വരൂപം ബ്രഹ്മസ്വരൂപം എന്ന അറിവാണ് ബ്രഹ്മപ്രാപ്തി, തദ്ഭിന്നമല്ല. മറ്റ് പലതുമാണെന്ന് നമ്മൾ വിക്ഷേപങ്ങളെ കൊണ്ട് ധരിച്ചു. എന്തൊക്കെയായി ധരിക്കുന്നു. ഇവിടെ മറ്റേതെങ്കിലും ഒരാളെ നമ്മൾ തെറ്റായി ധരിച്ചു, അതിനെ തിരുത്തി എന്ന് വിചാരിച്ചോളൂ. വേറെ ഏതെങ്കിലും ഒരാളെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണ നീങ്ങി ഇന്ന ആളാണെന്ന് നമ്മൾ കേട്ടെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ അറിഞ്ഞെന്ന് വിചാരിച്ചോളൂ. വീണ്ടും ആ തെറ്റിദ്ധാരണ തിരിച്ചു വന്നുകൂടുന്നില്ല. മാത്രവുമല്ല, അത്തരം കേട്ടറിവോ കണ്ടറിവോ വന്നാൽ പോലും
പിന്നെയും പിന്നെയും സന്ദേഹം വരാൻ സാധ്യതയുണ്ട്. പക്ഷെ തൻ്റെ വിഷയത്തിൽ തന്നെ സംബന്ധിച്ച തിരിച്ചറിവ് അത് പിന്നെ മാറ്റം വരാത്തതാണ്. അത് ശ്രദ്ധിക്കുക. മറ്റേതൊരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിവ് വന്നാലും അത് വീണ്ടും തിരിഞ്ഞു മറിഞ്ഞ് അങ്ങ് പോയിക്കൂടങ്ങില്ല. പക്ഷേ തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതൊരിക്കലും പിന്നെ മാറുന്നതല്ല. കാരണം ഇവിടെ അറിയപ്പെടുന്നതും അറിയുന്നവനും അറിവും എല്ലാം ഏകമാണ്. അതുകൊണ്ട് ഒരിക്കലും മാറാത്ത അറിവെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ജ്ഞാനം. ആരാണോ യഥാർത്ഥ ജ്ഞാനത്തെ നേടുന്നത് അത് തന്നെയാണ് പ്രാപ്തി. ഞാൻ തന്നെ എന്ന തിരിച്ചറിവ് വന്നതോടുകൂടി ഞാനല്ലാത്ത പലതിനെ ഞാനാണെന്ന് ധരിച്ചു വെച്ചത് പോയി കഴിഞ്ഞു. ഇനി അത് വീണ്ടും വരില്ല. ആത്മവിജ്ഞാനിയിൽ അഥവാ ആത്മവിജ്ഞാനത്തിൽ പിന്നെ അജ്ഞാനത്തിൻ്റെ തിരിച്ചുവരവില്ല. ഇതറിയേണ്ടതാണ്. അതുകൊണ്ട് ഈ അറിവ് തന്നെയാണ് അവിടെ പ്രാപ്തി. മറ്റൊരു പ്രാപ്തിയില്ല. ഇന്ന് അറിഞ്ഞു ഇനി നാളെ പ്രാപിക്കുക, അതില്ല. അറിവ് തന്നെയാണ് പ്രാപ്തി. എന്തുകൊണ്ട്? പ്രാപ്തി എന്ന് പറഞ്ഞാൽ പല പ്രാപ്തികൾ ഇല്ലാതാവലാണ്. തന്നിൽ നിന്ന് അന്യമായ പ്രാപ്തിയുടെ ഇല്ലാതാവലാണ് ആത്മപ്രാപ്തി. അല്ലാണ്ട് ആത്മപ്രാപ്തി എവിടെയും പോയി ഒന്നിനെയും പ്രാപിക്കലല്ല. മറ്റു പലതിനെയും പ്രാപിച്ചു പോയി. ഞാൻ പെണ്ണാണ്, ഞാൻ ആണാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഗൃഹസ്ഥനാണ്, ഇങ്ങനെ പലതും. ഈ തെറ്റായ വിക്ഷേപങ്ങളെ കൊണ്ടുള്ള കൽപ്പന നീങ്ങലാണ്, അല്ലാതെ പുതുതായിട്ടൊന്നിനെയും പ്രാപിക്കലല്ല. ജ്ഞാനം കൊണ്ട് നീ ആത്മാവിനെ പ്രാപിക്കണം, ഇല്ല, പ്രാപിക്കലല്ല. അത് താൻ ആരെന്ന സ്വരൂപബോധമാണത്. അതുകൊണ്ട് തന്നെ ഇവിടെ മോക്ഷം എന്നുള്ളത് വാസ്തവത്തിൽ സാധ്യമല്ല, സിദ്ധമാണ്, സിദ്ധസ്വരൂപമാണ്. എന്തോ ചെയ്ത് നേടേണ്ടതല്ല. നേടുന്നതൊക്കെ നഷ്ടപ്പെടുമെന്നുള്ളതിലും സംശയമില്ല. മോക്ഷം കിട്ടേണ്ട വസ്തുവാണെങ്കിൽ കിട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് പോയെന്നും വരും. അതെ, സാധാരണ നമ്മൾ പറയാറുണ്ട് മോക്ഷം കിട്ടും, ഇത് ചെയ്താൽ മോക്ഷം കിട്ടുമോ? കിട്ടിയാൽ പോവുകയും ചെയ്യും. കിട്ടുന്നതൊക്കെ നഷ്ടപ്പെടും. മോക്ഷം സിദ്ധസ്വരൂപമാണ്, ജ്ഞാനം സിദ്ധസ്വരൂപമാണ്. അത് സാധ്യമല്ല. അതുകൊണ്ട് ആര് ഈ തൻ്റെ സ്വരൂപം അക്ഷരമാണെന്നറിയുന്നുവോ അവൻ അക്ഷരത്തെ പ്രാപിക്കുന്നു. അറിവ് തന്നെയാണ് പ്രാപ്തി. ഹേ സൗമ്യ, സ സർവജ്ഞ, അവനാണ് സർവജ്ഞൻ. സർവോ ഭവതി, അവനെല്ലാമായിരിക്കുന്നു. അവനിൽ നിന്ന് ഭിന്നമായിട്ടൊന്നില്ല. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത തത്ര കോ മോഹ കശോക ഏകത്വമനുപശ്യത എന്ന് ഉപനിഷത്തിൻ്റെ അവസാന വാക്ക് ഈശാവാസ്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് സ സർവോഭവതി, അവനെല്ലാമായി ഭവിക്കുന്നു. അവൻ അഭേദസ്വരൂപനായി, അഭിന്നനായി, സർവോഭവതി. ഇനി എന്താ പറയാനുള്ളത്? തദ്ദേശ ശ്ലോക പറയാണ്. ഇത് ഞാനായിട്ട് പറയുമൊന്നും അല്ല, പിപ്പലാദൻ എപ്പോഴും ആ നിഷ്കർഷയുണ്ട്. ഈ അനാദ്യ അനന്തമായ പാരമ്പര്യത്തെ ഉയർത്തി കാണിച്ചുകൊണ്ടേ തത്വോപദേശം ചെയ്യും.
അല്ലാതെ ഇത് ഞാനാ പറയണമെന്ന് പറഞ്ഞാൽ വിഷമായി. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ സംഹിത മന്ത്രമുണ്ട്. ഞാനായിട്ട് പറയുന്നത് നോക്കൂ, സനാതനധർമ്മത്തിൻ്റെ മഹത്വം എത്ര പ്രാവശ്യമായി ഇത് ആവർത്തിക്കുന്നത്. ഏതൊരു ഗൂഢമായ അല്ലെങ്കിൽ സൂക്ഷ്മമായ തത്വത്തെ പറഞ്ഞാലും ഉടനെ പറയാണിത് സംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെത്ര സുഖമുണ്ടിരുന്നോ മറച്ചു വെച്ചാൽ. അപ്പം നമ്മൾ ഈ കണ്ടുപിടുത്തം ഋഷി പിപ്പലാദൻ നടത്തിയതാണെന്ന് നമ്മൾ പറയില്ലായിരുന്നു. ചിന്തിക്കുക. ഈയൊരു പാരമ്പര്യ മഹിമ അവിടെ നിൽക്കട്ടെ, സനാതനധർമ്മത്തിൻ്റെ അനാദിത്വം അവിടെ നിൽക്കട്ടെ, ഈ ഒരു സത്യസന്ധതയുണ്ടല്ലോ, അത് സമാജത്തിൽ നമുക്ക് മാതൃകയാണ്. ആശയത്തിലുള്ള സത്യസന്ധത. നമ്മൾ പല പരന്മാരുടെ ആശയങ്ങളെ എടുത്തുകൊണ്ടുവന്ന് സ്വന്തം എന്ന വ്യാജേന അവതരിപ്പിക്കുന്ന, അതിൽ വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരുടെ പല കഥകളും പല കവിതകളും വേറെ പല പേരിലും പലരുടെ പേരിലും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും അധികം ഇത് സാഹിത്യ മേഖലകളിൽ ഉണ്ട്. പല പ്രഗത്ഭന്മാരുടെ കൃതികളും തന്നെ കുറച്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങനെയിരുന്നല്ലോ, ഇത് അവിടെ ഇന്നാൾ എഴുതിയതിൻ്റെ മോഷണമല്ലേ എന്നൊക്കെ ചോദിക്കപ്പെടുന്ന അവസ്ഥകൾ വിമർശകന്മാരും നിരൂപകന്മാരും ഉന്നയിക്കുന്ന അവസ്ഥാവിശേഷങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ആ ഉത്തമബോധം നമുക്ക് വേണം. ഇത് വെറുതെ പ്രസംഗിച്ചാൽ പോരാ. നല്ലൊരു ദൃഷ്ടാന്തം പറഞ്ഞു തരട്ടെ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്ന അറിയില്ല. ഒന്ന് മാത്രം മനസ്സിലാക്കാൻ കള്ളം പറയില്ല. സ്വാമി, ഇതിനൊരു അവതാരിക എഴുതി തരണം എന്ന് പറഞ്ഞൊരാൾ വന്നു. നമ്മൾ അവതാരിക എഴുതാൻ തന്നാൽ നിങ്ങൾക്ക് പുസ്തക പ്രസിദ്ധീകരണം ഉണ്ടാവില്ല കേട്ടോ, നീണ്ടു പോകും, സംശയമില്ല. എത്ര നീണ്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സ്വാമി എഴുതണം. വന്നു നോക്കി, ശരി വെച്ചോളൂ, എന്തായാലും 2-3 ആഴ്ച കഴിഞ്ഞ് വരുമോ പറഞ്ഞു. ഏതായാലും വായിച്ചു നോക്കിയപ്പോൾ സന്തോഷം തോന്നി. അത് മുഴുവൻ നമ്മളെ പുസ്തകത്തിൽ തന്നെയുള്ള വാചകങ്ങളാണ്. ഒരു വാക്ക് പോലും പുള്ളി മാറ്റിയിട്ടില്ല. എന്നാൽ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക പറഞ്ഞാൽ ഒരു പുസ്തകം കുറച്ചെടുത്തു, മറ്റേ പുസ്തകം കുറച്ചെടുത്തു, അത്രയേ ഉള്ളൂ. വളരെ സന്തോഷം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുതി കൊടുത്തു അവതാരിക. അതെ, സന്തോഷമായിട്ട് എഴുതി കൊടുത്തു. എല്ലാ ശുഭാശംസകളോടും കൂടെ ഈ ഗ്രന്ഥകാരൻ കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതാൻ ഇടയാവട്ടെ, കൈരളിക്കാതെ അനുഗ്രഹമാവട്ടെ. എന്തിനാ സ്വാമി കള്ളന്മാരെ പ്രോത്സാഹിപ്പിക്കണത്? നമ്മൾ കള്ളനല്ലേ? കള്ളനായി എനിക്ക് അയാളെ കള്ളെന്ന് വിളിക്കാൻ എന്താ അധികാരം? പൂർവാചാര്യം പറഞ്ഞതല്ലാണ്ട് എന്തെങ്കിലും ആശയം എനിക്ക് പറയാനുണ്ടോ? ഒരാശയവും ഇല്ല. അതെ, ഇത് സത്യമായി പറഞ്ഞത്. ഇവിടെ തന്നെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ക്ഷേത്രം എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലതാണ് ഒരു 6ഓളം പേജുകൾ. ഒരു പുള്ളി മാറ്റിയിട്ടില്ല. എന്നാൽ കുറച്ചൊന്നും മാറ്റി എഴുതണ്ടേ? അതില്ല. ജീവിത രഥയാത്ര എന്നൊരു പുസ്തകമുണ്ട്. അതിലത്തെയാണ് 2-3-4 പേജുകൾ. പിന്നെ ഗീതാ ശങ്കരഭാഷ്യത്തിലെ 1-ാം അധ്യായത്തിലെ കുറച്ച് പേജുകൾ അതേപടി. ഇതൊക്കെ കൂട്ടി നല്ലൊരു 40ഓളം പേജുള്ളൊരു പുസ്തകമാണ്. നന്നായിട്ടുണ്ട്. സന്തോഷമായിട്ട് അതിന് അവതാരിക എഴുതി കൊടുത്തു. സന്തോഷം. എന്താ വിരോധമുള്ളത്? ചിന്തിക്കുക. ആ തൊലിക്കട്ടിയെ നമ്മൾ അഭിനന്ദിച്ചേ മതിയോ? അതെ, ഭഗവാന്റെ മഹിമ ഓരോരുത്തരുടെ ഓരോ ഭാവത്തിലാണ് പ്രകടമാവുക. ഓരോരുത്തരുടെ ഓരോ ഭാവത്തിൽ. ആശ്രമത്തിൽ ഒരാളിത് കണ്ടു.
സ്ഥിരമായിട്ട് വേദാന്ത ക്ലാസ്സിൽ വരുന്ന ഒരാളാണ്. അയാൾ അയാൾ വെറുതെ നോക്കിയപ്പോൾ സ്വാമിയുടെ പുസ്തകത്തിലാന്ന് പറഞ്ഞു. വേഗം അയാളെന്ന് പുസ്തകം പിടിച്ചു വാങ്ങി. നിങ്ങൾ എന്താ പറയണത്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കാണിച്ചാൽ എന്താ, എനിക്കെന്താ വല്ല സ്വന്തമായിട്ട് വല്ല വാക്കുണ്ട്. അങ്ങനെ വെച്ചാൽ സ്വാമി അത് സമ്മതിക്കരുത്. എന്ത് സമ്മതിക്കരുത്? അപ്പം അയാൾക്ക് നമ്മളൊരു കഥ പറഞ്ഞു കൊടുത്തു. ഉണ്ടായ സംഭവമാണ്. കഥ എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാൻ രമണ മഹർഷിയെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരാളൊരു ആർട്ടിക്കിൾ എഴുതി. അതിനൊരു അനുഗ്രഹത്തിന് ഭഗവാന്റെ കയ്യിൽ കൊടുത്തു. രമണ മഹർഷി അനുഗ്രഹിച്ചു കൊടുത്തു. അപ്പോൾ ആശ്രമ മാനേജർ പറഞ്ഞു, ഇതെല്ലാം സ്വാമിയെക്കുറിച്ച് പൊയ്യ് എഴുതി വിട്ടിരിക്കുകയാണ്. എല്ലാം പൊയ്യല്ലവാ, ഈ ലോകത്തിലെല്ലാം പൊയ്യല്ലേ, പിന്നെന്ത്? ഞാനേ കള്ളൻ, പിന്നെ എൻ്റെത് കട്ടെടുത്താൽ പിന്നെ എന്ത് പ്രശ്നം? ഓരോരുത്തരും ചിന്തിക്കുക. ഇതിലൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഒരക്ഷരം പോലും ഇല്ല. ഉണ്ടെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ പൂർവാചാര്യന്മാരുടെ കൃതികൾ വേണ്ടത്ര നിഷ്കർഷിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. പൂർവാചാര്യന്മാർ പറയാത്തതില്ല. വ്യാസൻ ജാട പറഞ്ഞതാണെന്നാണോ വിചാരിക്കണത്? യതിഹാസ്തി തദിതരത്ര എന്നെ ഹാസ്തി ന തത്ക്വചിത്. ഇവിടെ ഉള്ളത് വേറെ സ്ഥലത്ത് കണ്ടേക്കാം, ഇവിടെ ഇല്ലാത്തത് വേറെ കാണില്ല, ഉറപ്പാ. അത്ര ആധികാരികമായി പറയാനുള്ള കഴിവ് വ്യാസഭഗവാനുണ്ട്. അതുകൊണ്ട് ഈ സത്യസന്ധത, അതാണ്. ഇത് ഞാനായിട്ട് പറയണതല്ല, ഇത് പൂർവാചാര്യൻ ഈ വിഷയം പറഞ്ഞു വെച്ചിട്ടുണ്ട്. തദ്ദേശ ശ്ലോക, ഈ അർത്ഥത്തിൽ ശ്ലോകമുണ്ട്. എന്താ ശ്ലോകം? സംഹിത എന്താ പറയുന്നത്? വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഃ പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയത്തെ യസ്തു സൗമ്യ സ സർവജ്ഞ സർവമേവാവിവേശ. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഃ പ്രാണഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദയത്തെ യസ്തു സൗമ്യ സ സർവജ്ഞ സർവമേവാവിവേശ. ഈ 4-ാം പ്രശ്നത്തിൽ പറഞ്ഞ മൊത്തം വിഷയങ്ങളുടെ സംഗ്രഹം വരുന്ന ഒരു മന്ത്രമാണ്. ഈ മന്ത്രം സംഹിതയിലുള്ളതാണ്. കണ്ടിട്ടില്ല, സംഹിതയെ കണ്ടിട്ടില്ല, എന്തായാലും സംഹിതയിലുള്ളതാണ് എന്ന് സംശയമില്ലാണ്ട് പറയാം. വിജ്ഞാനാത്മാ ജീവാത്മാവ്, വിജ്ഞാനാത്മാ ജീവാത്മാവ്, സഹ ദേവൈഹി ദേവന്മാരോടുകൂടെ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് തുടങ്ങിയ ദേവന്മാരോടുകൂടെ, സർവൈഹി ദേവൈഹി സഹ എല്ലാ ദേവന്മാരോടും കൂടെ. ഇപ്പം ജീവാത്മാവ് എല്ലാ ദേവന്മാരോടും കൂടെ, എല്ലാ ദേവന്മാരെന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അന്തഃകരണങ്ങളും എല്ലാം അർത്ഥമായി. എല്ലാ ദേവന്മാരോടും കൂടെ പ്രാണാഹ പ്രാണങ്ങൾ, പ്രാണാപാന സമാനോദാന വ്യാനന്മാർ, ഭൂതാനി പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവ അവയുടെ തന്മാത്രകളോടുകൂടി യത്ര സംപ്രതിഷ്ഠന്തി എവിടെയാണോ സംപ്രതിഷ്ഠിതന്മാരാകുന്നത് അഥവാ സംപ്രതിഷ്ഠിതങ്ങളാകുന്നത്, തദക്ഷരം ആ അക്ഷരത്തെ വിസ്തരിച്ചു. ഇതിൽ ഇത്രയും പറഞ്ഞതിൻ്റെ സാരാ. തദക്ഷരം ആ അക്ഷരത്തെ യസ്തു വേദയതേ യാതൊരാൾ അറിയുന്നുവോ, യഹ വേദയതേ ഹേ സൗമ്യ, അല്ലയോ സൗമ്യ, സ സർവജ്ഞ അവൻ സർവജ്ഞനാണ്. സർവമേവാവിവേശ അവൻ സർവത്തിനെയും പ്രവേശിക്കുന്നു, സർവത്തിലും അവൻ ആത്മഭാവത്തിൽ പ്രവേശിക്കുന്നു. ചന്തർത്ഥം അവനിൽ നിന്ന് ഭിന്നമായിട്ടൊന്നും ഇല്ല, എല്ലാത്തിൻ്റെയും ആത്മഭാവമായി അവൻ തീരുന്നു. അതാണ് സർവഭൂതേഷു ച ആത്മാനം തതോ ന വിജുഗുപ്സതേ എന്ന് നേരത്തെ പറഞ്ഞത്. സർവഭൂതങ്ങളിലും അന്തര്യാമിയായി കുടികൊള്ളുന്നത് ഞാനാണെന്ന ബോധം ആർക്കുണ്ടോ അവൻ.
അതാ ഫലം. നോക്കൂ, ഈ ഒരൊറ്റ മന്ത്രത്തിൽ 4-ാം പ്രശ്നത്തിൽ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും സംഗ്രഹിച്ചു. അഥവാ ഈ സംഹിതാമന്ത്രത്തിൽ പറഞ്ഞതിൻ്റെ വിസ്തരണമാണ് 4-ാം പ്രശ്നത്തിലെ ബ്രാഹ്മണത്തിലൂടെ പിപ്പലാദ മഹർഷി ചെയ്തു. അതിനെ എടുത്തു പറഞ്ഞു, ഇത് ഇന്നതിൻ്റെ വിസ്തരണം കേട്ടോ. വ്യക്തമാണല്ലോ ഇല്ലേ? വ്യക്തമല്ല എന്ന് പറഞ്ഞാൽ 4-ാം പ്രശ്നം മുഴുവൻ പഠിച്ചോളാം ആദ്യം. കാരണം ആ 4-ാം പ്രശ്നത്തിൽ ചർച്ച ചെയ്ത മുഴുവൻ വിഷയത്തിൻ്റെ സംഗ്രഹമാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോൾ വ്യക്തമാവാനൊന്നുമില്ല. ഇങ്ങനെ ഇത് 4-ാം പ്രശ്ന നിർണയം കഴിഞ്ഞു. അങ്ങനെ 4-ാം പ്രശ്നത്തിന് നിർണയം കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ നിർത്തിയപ്പോൾ ശിഷ്യൻ അതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കാതിരുന്നപ്പോൾ അതാ 5-ാമത്തെ പ്രശ്നം ഉന്നയിക്കപ്പെടുന്നു. അഥ ഹൈനം ശൈബ്യ സത്യകാമ പപ്രച്ഛ സയോഹ വൈ ഭഗവൻ മനുഷ്യേഷു പ്രായണാന്തമോങ്കാരമഭിധ്യായീത കതമം വാവസതേന ലോകം ജയതീതി. അഥ ഹൈനം ശൈബ്യ സത്യകാമ പപ്രച്ഛ സയോഹ വൈ ഭഗവൻ മനുഷ്യേഷു പ്രായണാന്തമോങ്കാരമഭിധ്യായീത കതമം വാവസതേന ലോകം ജയതീതി. അഥ അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ 4-ാമത്തെ പ്രശ്നം നിർണയിച്ചു കഴിഞ്ഞപ്പോൾ ഏനം ഇവനോട്, പിപ്പലാദ മഹർഷിയോട്, ശൈബ്യ സത്യകാമ, സത്യകാമൻ, ശിബിയുടെ വംശത്തിൽ പിറന്ന സത്യകാമൻ, പപ്രച്ഛ ചോദിച്ചുപോൽ. എന്താ ചോദിച്ചേ? ഭഗവൻ, അല്ലയോ ഭഗവാനെ, അല്ലയോ ഭഗവാനെ. സഹ അയാൾ, അങ്ങനെ ഒരാൾ. ആരാത്? യഹ യാതൊരാളാണോ, മനുഷ്യേഷു മനുഷ്യന്മാരിൽ യാതൊരാളാണോ. ഇപ്പോൾ ഈ ചോദ്യത്തിന് എല്ലാ മനുഷ്യന്മാരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ യാതൊരാളാണോ പ്രായണാന്തം എന്ന് പറഞ്ഞാൽ മരണം വരെ, മരിക്കണ വരെ ഓംകാരം അഭിധ്യായീത, ഓംകാരത്തെ ധ്യാനിക്കുന്നത്. മരണം വരെ ആരാണോ ഇടതടവില്ലാതെ ശ്രദ്ധയോടെ ഓംകാരത്തെ ധ്യാനിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നുണ്ട്, മറ്റെല്ലാത്തിൽ നിന്നും മനസ്സിനെ വ്യാവർത്തിപ്പിച്ച് കേവലമായ ഓങ്കാരാനുസന്ധാനത്തിൽ തന്നെ ആര് മനസ്സിനെ ചേർത്ത് ഘടിപ്പിച്ച് മരണപര്യന്തം കഴിയുന്നുവോ എന്നൊക്കെ. അങ്ങനെ നിരന്തരം ഓങ്കാരപരായണനായിട്ട് ആരാണോ മനുഷ്യന്മാരിൽ കഴിയുന്നത്, സഹ അവൻ, തേന അതിനെ കൊണ്ട്, ആ ഓങ്കാരോപാസനത്തെ കൊണ്ട്, കതമം ഭാവ ലോകം ജയതി, ഏത് ലോകത്തെയാണ് ജയിക്കുന്നത്, ഏതനുഭവത്തെയാണ് ജയിക്കുന്നത്, ഏതനുഭവ മണ്ഡലങ്ങളെയാണ് പ്രാപിക്കുന്നത്, അയാൾ ഏതേത് അനുഭവങ്ങളെ നേടുന്നു. ലോകം എന്നുള്ളതിന് സാമാന്യ അർത്ഥം പറഞ്ഞാൽ അയാൾ ഏത് ലോകത്തെ നേടുന്നു. സ്വർഗലോകം, ബ്രഹ്മലോകം തുടങ്ങി അനേക ലോകങ്ങളുണ്ട്. ഈ ലോകം, പിതൃലോകം, ദേവലോകം, ബ്രഹ്മലോകം, ഇങ്ങനെ ലോകങ്ങൾ അനേകമുണ്ട്. അത്തരം ലോകങ്ങളിൽ ഏത് ലോകത്തെയാണ് നേടുന്നത്. ഇതിന് ലോകം എന്നുള്ളതിന് ശരിക്ക് അനുഭവമണ്ഡലം എന്നുള്ള അർത്ഥമെടുത്താൽ അയാൾ ഏത് അനുഭവ തലത്തെ നേടുന്നു.
ഈ പ്രശ്നോപനിഷത്തിലെ പ്രശ്നങ്ങളുടെ ക്രമം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓരോ പ്രശ്നം കഴിയുന്തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടവും സൂക്ഷ്മവുമായ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആരംഭിക്കുന്നതാകട്ടെ തീർത്തും ദ്വൈതത്തിൻ്റെ അല്ലെങ്കിൽ ജഗത് വൈചിത്ര്യത്തിൻ്റെ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഈ പ്രജകളൊക്കെ എവിടെ നിന്നുണ്ടാവണമെന്നാണ് ചോദിക്കണേ. അവിടെ മൈഥുനീ സൃഷ്ടിയിൽ നിന്ന് തന്നെ ആരംഭിച്ചത്. മിഥുനം എന്നുള്ളത് ആണ് പെണ്ണ് എന്നുള്ളതിന് പകരം കുറച്ചും കൂടി ഉത്കൃഷ്ടമായി രയി പ്രാണൻ എന്ന് പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ എങ്ങനെയും ആരംഭിക്കാമായിരുന്നു ആചാര്യന്. അവിടെ നിന്ന് ആരംഭിച്ചിട്ടാണ് അനുക്രമമായി സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ മറ്റെല്ലാ വിഷയ മേഖലകളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് നിരന്തരമായ സാധനയിലൂടെ ഏതൊരു സാധകനാണോ, ഏതൊരു മനുഷ്യനാണോ മരണകാലം വരെ ഓംകാരത്തെ അഭിധ്യാനിക്കുന്നത്. അവിടെ മരണകാലം വരെ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചു കാലമൊക്കെ ഓങ്കാരമൊക്കെ ജപിച്ചു നോക്കി, വലിയ മെച്ചമൊന്നുമില്ല, എന്നാൽ പിന്നെ നിർത്തി, എന്നാൽ പിന്നെ ഞാൻ വേറെന്താപ്പ വേണ്ടു എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. ഞാൻ കുറച്ചു കാലമായി സ്വാമി ഈ മന്ത്രോപാസന ചെയ്യണോ, എന്നിട്ട് വലിയ മെച്ചമൊന്നും കാണുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ വേറെന്താ വേണ്ടു, വേറെ എന്തെങ്കിലും നോക്കണ നല്ലത്. അതെന്താ ഇതന്നെ മുറുക്ക പിടിച്ചോളൂ എന്ന് പറയണ്ടേ സ്വാമി? അതെന്തിനാ പറയണത് മുറുക്ക പിടിച്ചോളൂ? അയാൾക്ക് വേറെ എന്തെങ്കിലും നോക്കണമെന്ന് അയാൾ നോക്കിക്കോട്ടെ. ഉള്ളതിൽ എന്തോ ഒരു തൃപ്തി കുറവായൊക്കെ വന്നൂലോ. അതല്ല, എന്ത് പരീക്ഷണം വന്നിട്ടും ഏതേത് പ്രലോഭനങ്ങൾ വന്നപ്പോഴും ഏതേത് പ്രതിസന്ധികളെ കണ്ടപ്പോഴും, മാത്രമല്ല ഓങ്കാരോപാസനയിൽ നിരന്തരം മുന്നോട്ട് വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് ആന്തരികമായി ഒട്ടനവധി പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാവും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പലതരം സിദ്ധിവിശേഷങ്ങളും വന്നുകൂടുന്നില്ല. പല മേഖലകളും മാടി വിളിച്ചുകൂടുന്നില്ല. അവയിലൊന്നും പതറാതെ, പരാജയപ്പെടാതെ, പകയ്ക്കാതെ യാതൊരു മനുഷ്യനാണോ മരണപര്യന്തം ഓങ്കാരത്തെ ഉപാസിക്കുന്നത്, അയാളുടെ ഫല ചോദിക്കുന്നത്, അയാൾ ഏത് അനുഭവ മണ്ഡലത്തെ പ്രാപിക്കും? വ്യക്തമാണല്ലോ ചോദ്യം. പിന്നെ മനുഷ്യേഷു എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യന്മാർക്കും പ്രണവോപാസനയിൽ അധികാരമുണ്ട്. മനുഷ്യനാണോ എന്നാ ഓങ്കാരോപാസനയിൽ അധികാരമുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ഇവിടെ വേറെ ഒന്നും പറഞ്ഞില്ല. ഏത് നാട്ടുകാരനെന്നോ ആണെന്നോ പെണ്ണെന്നോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല. ഇന്ന തൊഴിലേർപ്പെട്ടിരിക്കുന്നവെന്നോ ഇന്ന വർണ്ണമെന്നോ ഇന്ന ജാതി എന്നൊന്നും പറഞ്ഞിട്ടില്ല. മനുഷ്യേഷു, മനുഷ്യാണ് ആ മധ്യേ, മനുഷ്യന്മാരിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പം മനുഷ്യന്മാരിൽ യാതൊരാളാണോ മരണം വരെ ഓങ്കാരത്തെ തന്നെ മനസ്സിൽ ധ്യാനിക്കുന്നത്, അഭിധ്യായീത, അങ്ങനെയുള്ള ആൾ, നിരന്തര ഉപാസനാനിഷ്ഠനായിട്ടുള്ള ആൾ, കതമം ലോകം ജയതി, ഏത് ലോകത്തെ, ഏത് അനുഭവ മണ്ഡലത്തെ അയാൾ നേടുന്നു? വളരെ സൂക്ഷ്മമായ ചോദ്യമാണിത്. യോഗ്യനാണ് സത്യകാമൻ. അതറിയുന്ന ഗുരുനാഥൻ മറുപടി പറയാമെന്ന് വിചാരിച്ചു. അവിടെ വേറൊരു വിഷയമുണ്ട്. നമ്മളിവിടെ ലോകം എന്നുള്ളതിന് അനുഭവ മണ്ഡലം എന്ന അർത്ഥം പറഞ്ഞപ്പോൾ അത് വളരെ ഉത്കൃഷ്ടമായി. ഇങ്ങനെ തന്നെയാണോ സത്യകാമൻ ഉദ്ദേശിച്ചത്, അല്ല ലോകങ്ങളെയാണോ? രണ്ടും സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ലോകം എന്നർത്ഥം സത്യകാമൻ ഉദ്ദേശിച്ചു എങ്കിൽ അതിനാദ്യം മറുപടി പറയേണ്ടതാണ്. അതേസമയത്ത് ലോകം എന്നതിനുപരി അനുഭവ മണ്ഡലം എന്നുള്ള ഉയർന്നർത്ഥം സത്യകാമൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയേണ്ടത് ഗുരുവിൻ്റെ കർത്തവ്യമാണ്. അപ്പോൾ തുടങ്ങുന്നത് ലോകത്തിലാവാം എന്ന് ഗുരു നിശ്ചയിച്ചു. എന്നിട്ട് പറയുകയാണ്,
തസ്മൈ സഹോവാച ഏതദ്വൈ സത്യകാമ പരം ച പരം ച ബ്രഹ്മ യദോങ്കാരഃ തസ്മാദ് വിദ്വാൻ ഏതേനൈവായതനേന ഏകതരമന്വേതി. തസ്മൈ സഹോവാച ഏതദ്വൈ സത്യകാമ പരം ച ബ്രഹ്മ യദോങ്കാരഃ തസ്മാദ് വിദ്വാനേതേനൈവായതനേനൈകതരമന്വേതി. വളരെ ശ്രദ്ധിക്കണേ, സൂക്ഷ്മമായ ഒരു വിഷയമാണ്. തസ്മൈ സഹോവാച, തസ്മൈ അവനോടായിക്കൊണ്ട്, സഹ അവൻ, ഹ ഉവാച പറഞ്ഞു പോൽ. ഇപ്രകാരം ചോദിച്ച സത്യകാമനോടായിട്ട് പിപ്പലാദ മഹർഷി പറഞ്ഞു പോൽ. എന്താ പറഞ്ഞേ? ഹേ സത്യകാമ, അല്ലയോ സത്യകാമ. പേര് വിളിക്കാൻ തന്നെ ഒരു സുഖമുണ്ട്, അതുകൊണ്ട് സൗമ്യാന്ന് വിളിക്കേണ്ടെന്ന് വിചാരിച്ചു. സത്യകാമ, സത്യത്തെ കാമിക്കുന്നവനാണല്ലോ പേരിൻ്റെ അർത്ഥം. കുട്ടികൾക്കൊക്കെ നല്ല പേരിടുക, അത് മുഖ്യമാണ്. വിളിക്കാനും സുഖം, കേൾക്കാനും സുഖം. ഇപ്പോൾ ഏതായാലും സന്തോഷമുണ്ട്, പുതിയ കുട്ടികളുടെ പേരൊക്കെ നല്ല നല്ല പേരുകളാണ്, അർത്ഥമുള്ള പേരുകളാണ്. എല്ലായിടത്തും നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ഒരു 15 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരുടെ പേരെന്തൊക്കെയാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ? അയ്യോ, ചോദിക്കാത്ത ഭേദം, അങ്ങനത്തെ പേരുകളാണ്. പക്ഷെ ഇപ്പോൾ ഒരു 10-15 കൊല്ലത്തിന് ഇങ്ങോട്ടായിട്ട് കുട്ടികളുടെ പേരുകളൊക്കെ പൊതുവെ നല്ല പേരുകളാണ്. അത് വിളിക്കുമ്പോൾ തന്നെ ഒരു സുഖ. അപ്പോൾ ഋഷി വിചാരിച്ചു സത്യകാമ തന്നെ വിളിച്ചളയാം. ഹേ സത്യകാമ, അല്ലയോ സത്യകാമ, ഏതദ്വൈ, വൈ നിശ്ചയമായും, സംശയമില്ല, വൈ നിശ്ചയമായും, ഏതത് ഇതുണ്ടല്ലോ, ഇത് പരം ച അപരം ച ബ്രഹ്മ, ഇത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. ഇത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. എന്ത്? യദോങ്കാര, യാതൊന്നാണോ ഓംകാരം, പ്രണവം, ഓം എന്നുള്ളത്, ഇത് പരബ്രഹ്മവുമാണ് അപരബ്രഹ്മവുമാണ്. എന്താ ഈ പരബ്രഹ്മം അപരബ്രഹ്മം? പരമമായ അക്ഷരമായ നാമരൂപാദി കൽപ്പനകൾക്കപ്പുറത്തുള്ള സകല ഗുണവികാരങ്ങൾക്കും അതീതമായ കേവല സത്യം, സത്ത്, ചിത്ത്, ആനന്ദം തുടങ്ങിയ പദങ്ങളിലൂടെ എന്ത് ലക്ഷീകരിക്കപ്പെടുന്നുവോ, വാക്കിനാൽ യാതൊന്നിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ലയോ, ആ പരമസത്യത്തെയാണ് നമ്മൾ ബ്രഹ്മശബ്ദം കൊണ്ട് നിർദ്ദേശിക്കുന്നത്. ഈ ബ്രഹ്മശബ്ദത്താൽ നിർദ്ദേശിക്കപ്പെടുന്ന സത്യം ഇന്ദ്രിയങ്ങൾക്ക്, മനസ്സിന്, ബുദ്ധിക്ക്, പ്രമാണപ്രമേയ വ്യവഹാരങ്ങൾക്ക് അതീതമാണെന്ന് കാണിക്കാൻ പരം എന്നൊരു ശബ്ദം ചേർത്തു. പരം ബ്രഹ്മ, പരബ്രഹ്മ എന്ന്. അപ്പം അപരബ്രഹ്മമോ? അപരമായ ബ്രഹ്മം, പരമല്ലാത്ത ബ്രഹ്മം. അതെന്താ? അപരമായ എന്ന് പറയുമ്പോൾ പരമല്ലാത്ത എന്ന് വെച്ചാൽ സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടുകൂടി പ്രജാകാമോഹ പ്രജാപതി എന്നൊക്കെ പറഞ്ഞില്ലേ, സൃഷ്ടിവിഷയകമായ സങ്കല്പത്തോടുകൂടിയ തൻ്റെ തന്നെ അഭിന്നയും അനന്യയുമായ ശക്തിവിശേഷമായ മായയോട് ചേർന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരാദി വ്യവഹാരങ്ങളെ സങ്കല്പിക്കുന്ന ബ്രഹ്മത്തെയാണ് അപരബ്രഹ്മം എന്ന് പറയുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ,
എന്നൊക്കെ നമ്മൾ പറയുന്നത് അപരബ്രഹ്മമാണ്. ജഗത്തിനെ അനുഗ്രഹിക്കുന്ന, സൃഷ്ടിക്കുന്ന, സ്ഥിതി ചെയ്യുന്ന, സംഹരിക്കുന്ന ഈശ്വരൻ അപരബ്രഹ്മം. പരമല്ല. പരം സർവ അപേക്ഷകൾക്കുമുപരിയുള്ള, സർവഗുണങ്ങൾക്കുമുപരിയുള്ള കേവലമായ സത്താമാത്ര സ്വരൂപം, യാതൊന്നിനെ വാക്കുകൊണ്ട് പറയാൻ കഴിയില്ലയോ, അതാണ് പരബ്രഹ്മം. നമ്മളിവിടെ ഊർധ്വ എന്നൊരു ശബ്ദം കൊണ്ട് പഠിച്ചു. ഊർധ്വമൂലം എന്ന്. ഊർധ്വ വ്യവഹാരത്തിനുപരിയുള്ള, അതദ്വ്യാവൃത്യായം ചകിതമഭിധത്തെ ശ്രുതിരപി. ഇതൊരു മനോഹരമായ കൽപ്പനയാണ് പുഷ്പദന്തൻ്റെ. യാതൊന്നിനെ കൊണ്ടാണോ ഇതല്ല എന്ന് പേടിച്ചു വിറച്ചും കൊണ്ട് ശ്രുതി പറയുന്നത്. ശ്രുതിക്ക് പേടിയോ? എല്ലാവരുടെയും പേടി ഇല്ലാതാക്കുന്ന ആളാ ശ്രുതി. ശ്രുതിക്ക് സ്വയം പേടിയോ? പറയാണ് ഇതല്ല എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് പറയും. ഇതാണെന്ന് പറയാൻ വയ്യ, ഇതാണെന്ന് ബ്രഹ്മത്തെ നിർദ്ദേശിക്കാൻ വയ്യ. അപ്പം ഇതല്ല എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ തെറ്റ് വന്നു പോകുമെന്ന് സാക്ഷാൽ ശ്രുതി ഭഗവതിക്ക് പോലും പേടി. അതാ അക്ഷരബ്രഹ്മം. എന്നാൽ തൻ്റെ തന്നെ അഭിന്നയും അനന്യയുമായ ശക്തിവിശേഷമായ മായ ഭിന്നമല്ല. ഈ മായയെ സ്വയം പ്രകടമാക്കി സങ്കല്പശക്തിയെ ചെയ്ത് ജഗത്സർജനം ചെയ്യാമെന്ന് സങ്കല്പിച്ച് സൃഷ്ടി, സ്ഥിതി, സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങളെ ചെയ്യുന്ന ഈശ്വരൻ, അവനാണ് അപരബ്രഹ്മം. വ്യക്തമാണല്ലോ. നല്ലോണം സൂക്ഷ്മമായി വിചാരം ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധമുള്ള ഒരു കഥ ഓർമ്മയിൽ വന്നു. എന്താ ചെയ്യപ്പോഴും ഓർമ്മയിൽ വന്നു. അപ്പോൾ പറയാണ്ട് നിവൃത്തിയില്ല. ഓർമ്മയിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ വന്നിട്ട് വരില്ലേ, അത് വിഷമല്ലേ. കുറേ മുമ്പാണ്. ഒരു പരമവിദ്വാനായിരിക്കുന്ന ഒരു മഹാപുരുഷൻ്റെ അടുത്തേക്ക് പോയതാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പോരാ, കർക്കശ സ്വഭാവമാണ്. ശാസ്ത്രത്തിൽ യാതൊരു നീക്കുപോക്കിന് തയ്യാറല്ല. അങ്ങനെയുണ്ടല്ലോ, കുറച്ചൊരു നീക്കുപോക്കൊക്കെ ചെയ്യാം. അതില്ല. വേദാന്തത്തിൻ്റെ കർക്കശമായിരിക്കുന്ന ആ ഒരു ഭാവത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കില്ല. മാത്രമല്ല വിദ്വത് വരിഷ്ഠനാണ്. സന്യാസി മണ്ഡലത്തിൽ പൊതുവെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊരു സങ്കോചമാണ്. ചിരി തന്നെ വളരെ കുറവാണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബാഹ്യരീതികൾ. അന്തരം അത്യന്തം മൃദുലമായിരിക്കും, അത് വേറെ വിഷയം. പക്ഷേ പുറമെ ചിരിക്കൊന്നുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഈ മഹാത്മാവിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സന്ദർഭം വന്നു. പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒക്കെ കൂടി ഒത്തു വന്നു. ചെന്നു നമസ്കരിച്ചു. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. നമ്മൾ സന്യാസ ദീക്ഷ സ്വീകരിച്ച വർഷമാണ്. അപ്പോൾ പോയി നമസ്കരിച്ചു. എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്നാന്ന് പറഞ്ഞു. ഉടനെ ഒരു ചോദ്യം, ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ, ഈ മന്ത്രത്തിലെ തെറ്റെന്താണ്? ഭഗവാനെ, പെട്ടല്ലോ. അത് ചോദ്യമൊക്കെ വളരെ ഗൗരവത്തിലാണ്. ഇങ്ങനെയൊന്നല്ല ചോദ്യം. ഇപ്പം ആ മഹാത്മാവ് പുഞ്ചിരിച്ചോണ്ടേ സംസാരിക്കുള്ളൂ കേട്ടോ. നമ്മളോടല്ല, എല്ലാവരോടും തന്നെ. കുറേ പ്രായമായി. അന്നും പ്രായമുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും വളരെ പെരുമാറ്റത്തിൻ്റെ രീതികൾക്കൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹം വരുത്തുന്നതാണ്, അല്ലാണ്ട് വരുന്നതല്ല. അദ്ദേഹം വരുന്ന ഓരോ സന്ദർഭത്തിനനുസരിച്ച് മഹാത്മാക്കൾ പല ഭാവമാറ്റങ്ങളെ സ്വീകരിക്കും.
ആന്തരികമായൊരു മാറ്റോട്ട് വരികയില്ല. ഇരിക്കട്ടെ,